ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സിവൻ ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ഇറ്റാലിയൻ പോലീസിന്റെ ലംബോർഗിനി റീസ്റ്റോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇത് ഏതോ പോലീസ് സ്റ്റേഷന്റെ ഇടയിൽ പെട്ട് ഇവിടെ വന്ന് ഇടിച്ചാട്ടോ. ഇത് പിടിക്കാൻ പോയ കള്ളന്മാരൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വണ്ടി മാത്രം ഇവിടെ ഇടിച്ചു പൊളിഞ്ഞ് കിടക്കുവാണ്. വണ്ടിയുടെ ബോണറ്റ് സഹിതം ഗൈസ് എഞ്ചിൻ എല്ലാം ചപ്പിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡില് നമ്മുടെ ബാക്കിലത്തെ ടയർ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ ലംബോർഗിനിനെ കൊണ്ട് റീസ്റ്റോർ ചെയ്ത് സെറ്റ് ആക്കാൻ പോവാണ് ഗൈസ്. ഇതിന്റെ എഞ്ചിനും അതുപോലെ തന്നെ ബാക്കി ടയറും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ സ്പെക്ക് ലംബോർഗിനി ആക്കാൻ നമ്മൾ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തുള്ളൊരു കിഡിലൻ ഗാരേജിൽ ഈ വണ്ടീനെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവരായിരിക്കും നമുക്ക് ഈ വണ്ടി സെറ്റ് ആക്കി തരുന്നത്. നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ സൗണ്ട് ഇച്ചിരി വിഷയമാണ് കേട്ടോ ഗൈസ്. സ്റ്റാർട്ടായി കിട്ടിയ അടിപൊളിയായിരിക്കും. ഞാൻ നോക്കാം കേട്ടോ. എടാ വണ്ടിക്ക് നല്ല സീനുണ്ട് കേട്ടോ ഗൈസ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നേ ഇല്ല കേട്ടോ. സ്റ്റാർട്ടർ വർക്കിംഗ് ആണ്, പക്ഷെ എഞ്ചിൻ ഓൺ ആവുന്നില്ല കേട്ടോ. എടാ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഏതാ മച്ചാനെ, ഏതാ സാധനം? നമുക്ക് ന്യൂട്രൽ ഇട്ടിട്ട് ഒന്ന് സൗണ്ട് കേൾപ്പിച്ചാട്ടോ ഇതിന്റെ. അളിയ ചുമ്മാതല്ല കേട്ടോ, ഇത് പോലീസുകാർ കൊണ്ട് കിടക്കണേ ഗൈസ്. മോഡിഫൈ ചെയ്ത വണ്ടിയാട്ടോ. എന്റെ പള്ളി വിഷയം സാധനം. നമുക്കൊന്ന് പയ്യെ എടുത്തു നോക്കട്ടെ ഗൈസ്. ടയർ ഇല്ലെങ്കിലും അളിയ അനങ്ങളില്ലടേ, വണ്ടി അനങ്ങളില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നനക്കി എടുത്താൽ മതിയായിരുന്നു. ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഗാരേജിൽ വണ്ടി എത്തിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നോക്കാം കേട്ടോ. മാക്സിമം നമുക്ക് ഈ സ്പീഡിലേ പോകാൻ പറ്റും കേട്ടോ വണ്ടി. നമുക്ക് അടുത്തൊരു ഗാരേജ് എവിടെ ഉണ്ടെന്ന് തപ്പണം. നമ്മൾ തന്നെ ആയിരിക്കും കേട്ടോ പണിയണ വണ്ടി മൊത്തത്തില്. ഗൈസ് ഒരു ടയറില്ല കേട്ടോ. ഫ്രണ്ട് ആണെങ്കിൽ ചപ്പിയിരിക്കുക, എന്നിട്ട് അത്യാവശ്യം ഓടുന്നുണ്ട് വണ്ടി. ലെറ്റ്സ് ഗോ. എടാ ഫ്രണ്ട് ടയർ റൈറ്റ് ടയർ ആണെങ്കിൽ എങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കും കേട്ടോ. ഇതിന്റെ അകത്ത് എവിടെയാണ് നമ്മളെ ഗാരേജ്? നോക്കട്ടെ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഗാരേജിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടി ഗാരേജ് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മതി, തൽക്കാലം ഇത്രയും മതി. ഇനി നമ്മൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇവിടെ ഒന്ന് കത്തും കേട്ടാ. അപ്പൊ വണ്ടി എന്തായാലും നമുക്കിവിടെ ഇട്ടിട്ട് പോവാ ഗൈസ്. അപ്പോൾ വണ്ടിയുടെ പടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവര് വിളിക്കുന്നതായിരിക്കും നമ്മളെ ഗൈസ്. ഞാൻ ഈ വണ്ടീനെ മൊത്തത്തിൽ ട്യൂൺ ചെയ്തൊരു ഇന്തോനേഷ്യൻ സ്പെക്കിലോട്ട് മാറ്റാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പോരാത്തതിന് ഒരു റെഡ് കളറിൽ തന്നെ എനിക്ക് ഒരു ബ്ലഡ് റെഡ് കളർ ഉണ്ടല്ലോ, ആ കളറിൽ തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നാളെ വരാം ഗൈസ്. നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആ ഒരു ലുക്ക് കാണുന്നത് കേട്ടോ. വണ്ടി വേറെ ലെവല് സാധനമായിട്ടുണ്ട് ഗൈസ്. ബാക്കിലത്തെ ഫുൾ പാർട്സും എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ക ഒരു ഇന്തോനേഷ്യൻ സ്പെക്കിലാണ് നമ്മുടെ ലംബോർഗിനി ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ഇതിനി ഓടിച്ചു നോക്കിയാൽ അറിയാം ഗൈസ് ഇതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടത്തെ റോഡിൽ ഇത് ഓടിച്ചാൽ നമുക്ക് ടോപ്പ് എൻഡ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം വളവും തിരിവുള്ള റോഡാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് കണ്ടോ, ഏതാണ്ട് എല്ലാം ഓപ്പൺ ആയ ടൈപ്പാണ്. ഇന്തോനേഷ്യൻ സ്പെക്ക് ആയതുകൊണ്ട് ഏകദേശം നമ്മൾ കുറെ വെയിറ്റ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയുടെ ബാക്ക് ഒരു മൊത്തത്തിലൊരു ബീസ്റ്റ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ടർബോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. എന്താ വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. എന്റെ അളിയാ, എന്ത് സാധനമാണ് ഇത്? ചെയ്തു വച്ചേക്ക് വാട്ടോ അവന്മാര്. നമുക്ക് പയ്യെ ഫസ്റ്റ് ഗിയർ ഇട്ടൊന്ന് ഇറക്കി നോക്കാം വണ്ടി. ഗായ്സ് ഈ സാധനം ഓടിക്കുമ്പോ എനിക്ക് കൺട്രോൾ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ.
അളിയാ സീന് സൗണ്ട് കേട്ടോ, ഒന്നും പറയില്ല. നല്ലൊരു റോഡ് വേണ്ടിട്ട് നമ്മൾ കാല് കൊടുക്കാവേ. ഇപ്പൊ കൊടുക്കണ്ട, ഇപ്പൊ കൊടുത്താൽ പണിയാവും. എന്റെ പൊന്നു വിഷയ സൗണ്ട്, ഒന്നും പറയില്ല കേട്ടോ. സ്റ്റിയറിംഗ് നല്ലപോലെ ഇതാവും കേട്ടാ. ഒളിയാ കൺട്രോൾ നല്ലൊരു റോഡ് കിട്ടട്ടെ, നമുക്ക് പറത്താൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് പറത്താൻ പറ്റത്തില്ല. ഞാൻ ഇന്റീരിയർ കാണിച്ചു തരാം കേട്ടോ, ഇന്റീരിയർ ഇട്ട് ഓടിക്കാം കുറച്ചു നേരം. ഗൈസ് ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വളവും തിരിവൊക്കെ വരുന്നുണ്ട്. നല്ല റോഡ് കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ട് ടോപ്പ് എൻഡ് നോക്കാം. ടർബോന്റെ സൗണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കേൾക്കണേ. പൊളി സാധനം. എവിടെ ഹൈവേ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നല്ല ഹൈവേ കിട്ടിയാൽ നമുക്ക് കാല് കൊടുക്കാം. അളിയാ പെട്ട് വളവ്. ഇവിടെ ഒന്നും കയ്യോടുത്ത് പോവാൻ പറ്റില്ലേ? ഇപ്പൊ കൊടുക്കാട്ടോ. പോലെയാണ് കൈ പോണ സാധനം. അളിയാ കണ്ടുപോയിട്ടില്ല. വണ്ടി അതിന്റെ ഇതിന് പോവാട്ടോ. എടാ ഗിയർ താനെ മാറുവാ. ഇത് ഓട്ടോമാറ്റിക് ഗിയറാൻ തോന്നുന്നുണ്ടാ. കൊരങ്കം വരുവാണ്, നമ്മൾ നോക്കിപ്പോയില്ലേ ചിലപ്പോ നമ്മള് തട്ടി. ഓ ഗൈസ് തട്ടിയാട്ടാ. പൊട്ടലാട്ടാടാ വണ്ടി. നമുക്ക് റേസ് വെച്ചാലോ? ഞാൻ റൈറ്റ് സൈഡിൽ ഒരാളെ കാണുന്നുണ്ട്, നമുക്ക് അവരോട്ടൊന്ന് റേസ് വെച്ചാലോ ഗൈസ്? അപ്പൊ നമ്മളെ ലംബോർഗിനിയുടെ ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും അറ്റത്ത് ഒരു റാമ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് അവിടെ നിന്ന് വണ്ടി ചാടിക്കാനും പോവുകയാണ്. അപ്പോ ഇത് എത്ര ടോപ്പ് എൻഡ് കയറുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു 250 ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വേറൊരു റോഡ് ഇവിടെ കിട്ടാനില്ല ഗൈസ്. ഇതാണെങ്കിൽ ചെറിയ റോഡാണ്, ഇതിന്റെ അറ്റത്താണെങ്കിൽ ഒരു റാമ്പാണ് കേട്ടോ. നമുക്ക് മാക്സിമം ബാക്ക് ചെയ്യുന്നേ വരാം കേട്ടോ. നമുക്ക് നല്ല ബാക്ക് പോയി ചാടാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സൗണ്ടൊക്കെ പൊളിയാട്ടോ സാധനത്തിന്റെ. ലെറ്റ്സ് ഗോ. ഇവിടെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പൊ ഇങ്ങനെ തുടങ്ങല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പുറത്തൊരു റാമ്പ് ഉണ്ട് ഗൈസ്, നമ്മൾ വണ്ടി ചാടിക്കാനും പോവാണ്. എല്ലാം പോയാട്ടാ. ലെറ്റ്സ് ഗോ. എടാ എനിക്ക് എത്രയാന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മള് എത്രയാണ് ടോപ്പ് എൻഡ് കയറിയെന്നൊന്ന് കമന്റ് ചെയ്യുക. വണ്ടി മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് കേട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ ലംബോർഗിനിയുടെ ഓഫ് റോഡ് വണ്ടിയല്ല, എന്നാലും ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. നമുക്ക് അതുവരെ കൊടുത്തു കേട്ടോ. അത്യാവശ്യം ഇവിടെ അത്യാവശ്യം നല്ല റോഡ് ഉണ്ടായിരുന്നടാ. എന്റെ അമ്മോ ഈ സാധനം പൊട്ടില്ലാട്ടാ. എടാ തട്ടി അങ്ങോട്ട് കേറല്ലേ മനുഷ്യ. എടാ
കയ്യിൽ നിന്ന് പാളി പോകുന്നുണ്ട് കേട്ടാ ഇടയ്ക്കിടയ്ക്ക്. നല്ലൊരു സ്ഥലം വന്നാൽ ഞാൻ കൈ കൊടുക്കുക. എന്റെ ഫ്രണ്ട് ടയർ പോയോ? എന്റെ ഫ്രണ്ട് ടയർ ചെറുതായിട്ട് ചളക്കിയിട്ടുണ്ട് കേട്ടാ. ഗൈസ്, നമുക്ക് ഈ തേര് കയറി നോക്കാം. നമ്മുടെ ലംബോർഗിനി കയറുമില്ലെന്ന് എനിക്കറിയത്തില്ല. കുറച്ചേരം ഇന്ത്യ ഓട്ടിക്കാടേ. കേറിപ്പോ 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 കേറിപ്പോ. അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ലംബോർഗിനി. മച്ചാ സീനാണ് ഗൈസ്. ഓഫ്റോഡൊക്കെ പക്കേട്ടാ. ഞാൻ വിചാരിച്ചതൊന്നും കേറത്തില്ലെന്ന്. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്ടേ. നമുക്ക് അധികം കേറണ്ട. നമ്മള് ഈ മാപ്പിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് ഗൈസ് പോകുന്നത്. അധികം നമുക്ക് കേറ്റാൻ നിൽക്കണ്ട. ചെറിയ ചെറിയ ഓഫ് റോഡ് മാത്രം ചെയ്താൽ മതി. ഏതാണ്ട് എത്താറായിട്ടുണ്ടായി. ഞാൻ അധികം കൊടുക്കാൻ നിൽക്കില്ല. നൈസായിട്ട് കയറിയിട്ടുണ്ട് നമ്മളെ വണ്ടി. അങ്ങനെ നമ്മള് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. കിടിലം വ്യൂ ആയി. നമ്മുടെ ഇറ്റാലിയൻ പോലീസ് വണ്ടി അവിടെ എവിടെയാണ് കേട്ടോ നമ്മൾ പൊളിഞ്ഞ് കടന്ന നേരത്തെ. നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരം ക്രൂയിസ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. വണ്ടി നമ്മൾ ഇതുവരെ നേരെ ചുവന്ന വണ്ടി ഓടിച്ചു പോലും നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ടോപ്പ് ആൻഡ് ഓഫ് മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്മൂത്ത് ആയിട്ട് കുറച്ചു നേരം ഓടിച്ചു നോക്കാം കേട്ടോ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇറങ്ങിപ്പോട്ടെ. എവിടെ നിന്ന് ഇറങ്ങിപ്പോ. അടിപൊളി വണ്ടിയാട്ടോ ഗൈസ് ഇത്. നമുക്ക് ഇന്റീരിയർ വ്യൂ നോക്കിയാലോ. ഇന്റീരിയർ വ്യൂവിൽ ഓടിക്കാനാ സുഖം കേട്ടാ. ഓ, ഇന്റീരിയർ വ്യൂ ഒരേ പൊളിയുടെ. ഇറങ്ങി വരുന്ന നോക്കിയേ. ടയർ ഇടിച്ചെന്നാട്ടോ തോണേ. ടയർ പഞ്ചറായടേ. ലെറ്റ്സ് ഗോ. എനിക്ക് പൊട്ടറിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്. അതിനപ്പോ നമുക്ക് എന്തായാലും ഇത് കുറച്ചേരം ഒന്ന് ക്രൂസ് ചെയ്ത് നോക്കാട്ടാ. ഒന്ന് കാല് കൊടുത്ത് പോവാം. ഓക്കെ, വേറെ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൈറ്റായിട്ട് നമ്മൾ പോകാൻ പറ്റും. എവിടെയാടാ പോണേ? നല്ല കണ്ടത്തൊക്കെ ഇറങ്ങി പോവാട്ടാ. ഈ റോഡിലൊന്നും നമുക്ക് ഒരുപാട് കാലുകൊടുത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സീനുണ്ട്. ടോപ്പ് എൻഡ് നോക്കാൻ പറ്റിയ നല്ല റോഡ് കിട്ടിയിരുന്നെങ്കിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് വെച്ചിരിക്കുന്ന ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 100 ലൈക്സ് ആണ്. അപ്പോൾ പുതിയൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.